നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൻ. യുദ്ധസമാനമായ കലാശപ്പോരിൽ പാകിസ്ഥാന് 5 വിക്കറ്റിന് തകർത്ത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കി ടീം ഇന്ത്യ. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാന് ലഭിച്ച മികച്ച തുടക്കം മുതലാകാനാകാതെ 19.1 ഓവറിൽ 146 എല്ലാവരും പുറത്തായി. 12.4 ഓവറിൽ 113 1 എന്ന മികച്ച നിലയിലായിരുന്നു പാകിസ്ഥാനെ 4 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് തകർത്തത്. 38 പന്തിൽ 57 റൺസെടുത്ത സാഹിബ് സാദ ഫർഹാനും 35 പന്തിൽ 46 റൺസെടുത്ത ഫഖർ സമനുമാണ് പാകിസ്ഥാന് മികച്ച തുടക്കം സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. 20 റൺസ് നേടുന്നതിനിടയിൽ 3 വിക്കറ്റിൽ വീണ ഇന്ത്യയെ രക്ഷിച്ചത് 24 റൺസെടുത്ത സഞ്ജു സാംസണിനും 31 റൺസെടുത്ത ശിവം ദുബൈക്കുമൊപ്പം 69 റൺസെടുത്ത് പുറത്താകാതെ നിന്ന തിലക് വർമ്മയുടെ വീരോചിതമായ പോരാട്ടമാണ്. നേരിട്ട ആദ്യ പന്ത് തന്നെ റിങ്ക് സിംഗ് ബൗണ്ടറിയിലേക്ക് പായിച്ചോടെ ഇന്ത്യ 19.4 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. 53 പന്തിൽ 69 റൺസ് എടുത്ത് ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത തിലക് വർമ്മ തന്നെയാണ് കളിയിലെ താരം. 7 കളികളിൽ നിന്ന് 314 റൺസ് എടുത്ത് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് ടൂർണമെന്റിന്റെ താരം. 7 കളിയിൽ നിന്ന് 17 വിക്കറ്റ് എടുത്ത ഇന്ത്യയുടെ കുൽദീപ് യാദവാണ് വിക്കറ്റ് വേട്ടയിൽ ഒന്നാമൻ. വാർത്തകൾ വിശദമായി. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ഫൈനൽ ആവേശ പോരാട്ടത്തിലൂടെ പാകിസ്ഥാനെ കീഴടക്കി കിരീടം നേടിയെങ്കിലും ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവൻ എന്ന നിലയിൽ PCB ചെയർമാൻ കൂടിയായ മൊഹസിൻ നഖിയാണ് കപ്പ് കൈമാറേണ്ടിയിരുന്നത്. ഇതൊഴിവാക്കാനാണ് വിതരണ ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത്. ഏഷ്യ കപ്പ് കിരീടം സമ്മാനദാന ചടങ്ങിൽ വെച്ച് ഇന്ത്യക്ക് നൽകിയില്ലെന്ന വെളിപ്പെടുത്തലുമായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ചാമ്പ്യന്മാരായ ടീമിന് ട്രോഫി നൽകാതിരിക്കുന്നത് ക്രിക്കറ്റ് കളി തുടങ്ങിയ ശേഷമുള്ള ആദ്യ അനുഭവമെന്നും ഇന്ത്യൻ നായകൻ പറഞ്ഞു. ഇന്ത്യൻ ടീം ട്രോഫി അർഹിച്ചിരുന്നു. അതേസമയം യഥാർത്ഥ ട്രോഫി ടീം അംഗങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും ആണെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവനുമായ മൊഹസിൻ നഖിയിൽ നിന്ന് ഏഷ്യ കപ്പ് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു. മറ്റാരെങ്കിലും ട്രോഫി കൈമാറണമെന്ന് ടീം ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തുടർന്ന് ഇന്ത്യൻ ടീം വേദിയിൽ എത്തുകയും ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫി ഉപയോഗിച്ച് വിജയം ആഘോഷിക്കുകയും ചെയ്തു. താൻ കളിച്ച എല്ലാ മത്സരങ്ങളുടെയും മാച്ച് ഫീ ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വ്യക്തമാക്കി. പാകിസ്ഥാനെ തകർത്ത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂർ ഫലം ഒന്നു തന്നെ, ഇന്ത്യയുടെ വിജയം, നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് TVK മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ഇന്നലെ ഉച്ചയോടെയാണ് TVK ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് TVKയുടെ ഹർജിയിലെ ആരോപണം. റാലിക്കിടെ പോലീസ് ലാത്തി വീശിയെന്നും ദുരന്തം നടക്കുന്നതിന് മുമ്പ് റാലിക്ക് നേരെ കല്ലേറുണ്ടായെന്നും TVK കോടതിയിൽ ആരോപിച്ചു. ഇക്കാര്യങ്ങളടക്കം സ്വതന്ത്രമായി അന്വേഷിക്കണമെന്നാണ് TVKയുടെ ആവശ്യം. തമിഴക വൈട്രി കഴകം പ്രസന്റ് വിജയയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 40ആയി. ഇന്നലെ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നേടിയ കരൂർ സ്വദേശിയായ കവിൻ ആണ് മരിച്ചത്. അതേസമയം റാലിക്കുണ്ടായ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ് സഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് 2 ലക്ഷം രൂപ വീതവും ധനസഹായം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കരൂരിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് TVK അധ്യക്ഷൻ വിജയ് സംസ്ഥാന പര്യടനം നിർത്തിവെച്ചു. അതേസമയം ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്ന നിലപാടാണ് സർക്കാർ. ഇതിനിടെ കരൂർ റാലിക്കുണ്ടായ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് 50,000 രൂപ വീതവും നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ശബരിമലയിലെ കാണാതായ ദ്വാരപാലക പീഠം പരാതി നൽകിയ സ്പോൺസറുടെ ബന്ധു വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. സ്വർണ്ണപീഠം തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി ഹൈക്കോടതിക്ക് വിജിലൻസ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണായ സംഭവത്തിൽ ദേവസ്വം ബോർഡിനും ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. 2021 മുതൽ സ്വർണ്ണപീഠം എവിടെയെന്ന് അന്വേഷണം നടത്തിയിരുന്നില്ല. കൂടാതെ ശബരിമലയിൽ സമർപ്പിച്ച പീഠം മഹസറിലും രേഖപ്പെടുത്തിയിരുന്നില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ശബരിമലയ്ക്ക് ഒരു കുഴപ്പമുണ്ടെന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും വിവാദമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 1 രൂപയുടെ അഴിമതി പോലും നടത്താത്ത ആണ് ദേവസ്വം ബോർഡ് പ്രസ്ഥാനത്ത് ഇരിക്കുന്നതെന്നും ഒരു കട്ടൻ ചായയുടെ പേരിൽ പോലും അഴിമതി നടത്തിയിട്ടില്ല എന്ന് ബോധ്യമുണ്ടെന്നും ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ആണ് സമുദായ നേതാക്കൾ പിന്തുണ നൽകുന്നതെന്നും PS പ്രശാന്ത് പറഞ്ഞു. സമുദായ സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമെന്നും NSSന് എതിരായ വിമർശനങ്ങൾ കോൺഗ്രസ് പങ്കാളികളല്ലെന്നും KC വേണുഗോപാൽ MP. പരസ്യമായ കോൺഗ്രസ് ഒന്നും പറയേണ്ടതില്ല. സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നത് PR വർക്കാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു.
രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസയുടെ പ്രകാശനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാസിക ശശിധരൻ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രകാശന കർമ്മം നിർവഹിച്ചത്. സംവാദാത്മകമായ കേരളത്തിൽ സർക്കാരിൻ്റെതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുക എന്നാണ് സർക്കാരിൻ്റെ നിലപാടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ബാനർ പ്രതിഷേധം തുടർന്നു. പത്തനംതിട്ട, തിരുവല്ല, പെരിങ്ങരയിലും കോട്ടയത്തും ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. സേവ് നായർ ഫോറത്തിന്റെ പേരിലാണ് പെരിങ്ങരയിലെ ഫ്ലക്സ്. ആചാര സംരക്ഷണത്തിനായി അണിനിരന്ന ആയിരങ്ങളെ അവമാനിച്ചു എന്നാണ് ബാനറിൽ പറയുന്നത്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പിന്തുണയുമായി മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്ത്. ഒരു കുടുംബത്തിലെ 4 നായന്മാർ രാജിവെച്ചാൽ NSന് ഒരു ഒന്നുമില്ലെന്നും NSനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണെന്നും കേസുകളും കോടതി വ്യവഹാരങ്ങളും വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണെന്നും കാശ് മുടക്കിയാൽ ഏത് അലപരാധികൾക്കും ഫ്ലക്സ് അടിച്ച് അനാവശ്യം എഴുതി വെക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. വിശ്വാസ പ്രശ്നത്തിൽ ഇടത് അനുകൂല നിലപാടെടുത്ത NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് NS സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ. ആഗോള അയ്യപ്പ സംഗമത്തിലെ UDF നിലപാട് ആലോചിച്ച് എടുത്തതെന്ന് രമേശ് ചെന്നിത്തല. സമദൂര സിദ്ധാന്തം കോൺഗ്രസിന്റെ മൗലിക നയമെന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം ചെറിയാൻ ഫിലിപ്പ്. RSSൽ സജീവമായി. മുൻ DGP ജേക്കബ് തോമസ്. 100ാം വർഷമാകുന്ന RSSൽ സജീവമാൻ തീരുമാനിച്ച അദ്ദേഹം RSSൽ ആകൃഷ്ടനായ 1997 മുതലാണ്. ഇനി ആ ആശയങ്ങൾക്കൊപ്പം പോകുന്നുവെന്നും സംഘത്തിന് രാഷ്ട്രീയമില്ലെന്നും അത് സന്നദ്ധ സംഘടനയാണെന്നും അത് രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഇടപെടുക എന്നതാണ് ലക്ഷ്യമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. സംസ്ഥാന GST വകുപ്പ്, ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സംയുക്തമായി സംസ്ഥാന ഭാഗമായി ബാർ ഹോട്ടൽ നടത്തിയ പരിശീലനത്തിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. അങ്കണവാടി കുട്ടികൾക്ക് മുതൽ 104 വയസ്സുള്ള അബ്ദുൽ മൗലവി വരെ ഡിജിറ്റലായി സ്മാർട്ടാകുന്ന കേരളമാണ് നവകേരളമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. തൃക്കാക്കര നഗരസഭ 23ാം ഡിവിഷനിൽ പൂർത്തീകരിച്ച അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലരാമപുരത്ത് 2 വയസ്സുള്ള ഒരു സ്വന്തം കുഞ്ഞിനെ കെട്ടിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന് നിർണായക ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനം തുറന്നു ശ്രീതു. കുട്ടിയെ സഹോദരൻ കണ്ടിട്ട് ശ്രീതുവിന്റെ അറിവോടെ തന്നെയാണെന്ന് പോലീസ് പറയുന്നു. കുട്ടിയെ കണ്ടിട്ട ശേഷം വീട്ടിലുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ മുറിയിൽ തീയിട്ടുവെന്നും പോലീസ് പറയുന്നു. ശ്രീതുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സംസ്ഥാന എയർപോർട്ടിൽ നിന്ന് വിന്റർ സീസൺ വിമാന സർവീസുകൾ മംഗളൂരു, ലക്നൌ, ജയ്പൂർ എന്നിവിടങ്ങളിലേക്ക് മാറ്റിയ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് അയക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോർക്ക പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റിനോടനുബന്ധിച്ച് മെൽബൺ എയർപോർട്ട് പ്രൊജക്ട് മാനേജറായ ആഷിഖ് അഹമ്മദിന്റെ കേരള എയർ കോറിഡോർ എന്ന ആശയത്തിലുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പായ് വഞ്ചിയിലും 237 ദിവസം കൊണ്ട് ഭൂമി ചുറ്റി വന്ന മലയാളിയെ K ദിൽനെയും തമിഴ്നാട്ടുകാരിയായ A രൂപയും മൻ കി ബാത്തിൽ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSന്റെ 100ാം വാർഷികത്തിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളെ നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രശംസിച്ചു. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയെന്ന് ആരോപിച്ച് BJP പ്രതിനിധി പ്രിന്റു മഹാദേവനെതിരെ പോലീസിൽ പരാതി. ദില്ലിയിലെ വസന്ത് കുഞ്ചുള്ള ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് റിസർച്ച് എന്ന കോളേജിന്റെ മുൻ ചെയർമാനായിരുന്ന സ്വാമി ചൈതന്യ സരസ്വതി അറസ്റ്റിൽ. ചെയർമാനിരിക്കെ സ്ഥാപനത്തെ വിദ്യാർത്ഥികളെ കൂട്ടമായി പീഡിപ്പിച്ച പരാതി തുടർന്ന് ദില്ലിയിൽ ഏറെ ആരാധകരുടെ ആൾ ദൈവം സ്വാമി ചൈതന്യ സരസ്വതിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആഗ്രയിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.